അഭിഷേകും ജാസ്മിനും കൂടി ഒരു യമണ്ടൻ അടി പൊട്ടിയിരിക്കുകയാണ്. നാളെ ലൈവിൽ നമുക്ക് കാണാൻ പറ്റും. പ്രൊമോ വന്നിരിക്കുകയാണ്. ഗബ്രിയുടെ കേസെല്ലാം എടുത്തിട്ടുകൊണ്ട് നീ പുതിയ ആളെയും പിടിച്ചുകൊണ്ട് പോയി ആ വാഴത്തോട്ടത്തിലെങ്ങാനും ഇരി. നിന്നെപ്പോലെ വ്യക്തിത്വം ഇല്ലാത്ത ആളുകളോട് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നീ 50 ദിവസം അവനെ കൊണ്ട് നടന്നിട്ട് അവനെ പറത്തി കളഞ്ഞില്ലേ, അടുത്ത ആളെ പോയി പിടി, നീ പോടാം നുണയാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര അടിയാണ്. ഭയങ്കര ഒരു അടി പൊട്ടിയിരിക്കുകയാണെന്ന് ആ പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അഭിഷേകും ജാസ്മിനും തമ്മിൽ പ്രൊമോ വന്നിട്ടുണ്ട്. എന്താണ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പ്രൊമോക്കകത്ത് എല്ലാവരും ലിവിങ് റൂമിൽ ഇരിക്കുകയാണ്. അഭിഷേക് അവിടെ പ്ലാസ്മ ടിവിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് പറയാണ്, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ എല്ലാവരും എനിക്ക് ഒരുപോലെ അല്ല. അപ്പോൾ ജാസ്മിൻ, ഇവിടെ എല്ലാവരും ഒരുപോലെ അല്ലെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ അഭിഷേക് ബിഗ് ബോസ് കടന്ന് ഇങ്ങോട്ട് വരരുതായിരുന്നു. ബാക്കിയുള്ളവർ ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ ഈച്ചയാട്ടി ഇരിക്കാനെന്നുള്ള ചിന്ത വരരുത് എന്ന് പറയാണ്. അതായത് അഭിഷേക് അങ്ങനെ പറയുമ്പോൾ എനിക്കിവിടെ എല്ലായിടത്തും ഒരുപോലെ മിണ്ടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരരുതായിരുന്നു എന്ന് ജാസ്മിൻ പറയാണ്. അപ്പോൾ അഭിഷേക് ടോപ്പിക്ക് മാറ്റാണ്. ഗബ്രിയോട് പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യങ്ങളാണോ, പേഴ്സണൽ കാര്യങ്ങൾ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ടോപ്പിക്ക് മാറ്റുന്നു. ജാസ്മിൻ പൂട്ടിടുന്നു. അഭിഷേക് പറയുന്നു എനിക്ക് എല്ലാവരും കംഫർട്ടബിൾ അല്ല എന്ന് പറയുമ്പോൾ ജാസ്മിൻ അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ട് വരരുതായിരുന്നടാ എന്ന് പറയുമ്പോഴത്തേക്കുമാണ് നേരെ ടോപ്പിക്ക് മാറ്റി അഭിഷേക്, നീ ഗബ്രി അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് സത്യമാണോ, പേഴ്സണൽ കാര്യങ്ങൾ. അപ്പോൾ ജാസ്മിൻ, ബന്ധങ്ങളില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് അഭിഷേക്. നമ്മൾ ഏത് ടോപ്പിക്കാണ് ഇപ്പോൾ സംസാരിച്ച് വന്നത്, അവിടെ നില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അഭിഷേക്, നിന്നെപ്പോലെ വ്യക്തിത്വമില്ലാത്തവരോട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എന്ന് പറയുകയാണ്. അപ്പം എന്നിട്ട് അഭിഷേക് അവിടെ നിന്ന് പോകുന്നു. പിന്നെ ലിവിങ് റൂം ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. ജാസ്മിൻ പിറകെ കിടന്ന് എടാ നുണയാ. അപ്പം അഭിഷേക് കണ്ടന്റിന് വേണ്ടി തെണ്ടെന്ന് ഇവിടെ കിടന്ന് ജാസ്മിൻ പിറകെ വരികയാണ്. അപ്പം അഭിഷേക് എന്നിട്ട് പറയുന്നു, അപ്പം ജാസ്മിൻ നുണയനും ഒരു കള്ളനും എങ്ങനെ അഭിഷേകിനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഭിഷേക്, നീ ആ വാഴത്തോട്ടത്തിൽ അടുത്ത ആളെ പിടിച്ചിട്ട് പോയി അവിടെ ഇരിക്കും. അപ്പം ജാസ്മിൻ, ആരെ വിളിച്ചിട്ട്? അപ്പോൾ അഭിഷേക്, അടുത്ത ഒരാളെ വിളിക്കാൻ വേറൊരാളെ വിളിക്ക്. 50 ദിവസം കഴിഞ്ഞ് അവനെ പറത്തി വിട്ടിട്ട് അടുത്ത ആളെ നീ വിളിക്ക്. അപ്പോൾ ജാസ്മിൻ, മോനെ നുണയോ, പോ 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 എന്നിങ്ങനെ ജാസ്മിൻ പറയുമ്പോഴത്തേക്കും അഭിഷേക് പറയുകയാണ്. അപ്പോൾ നാളെ അഭിഷേകിന് നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പം ഈ ജാസ്മിൻ പൂട്ടിടുന്നു. അഭിഷേകും ജാസ്മിനോട് വഴക്കായി ജാസ്മിൻ പൂട്ടിടുമ്പം അഭിഷേക് ആ വജ്രായുധം ഗബ്രി എന്ന് പറയുന്ന ആയുധം എടുത്തിടുന്നു. ജാസ്മിനെ കൊണ്ട് ഹാലളവുന്നു. നാളെ ഒരു അടിപൊട്ടുന്നു. കാണാം നമുക്ക് ലൈവിൽ. സംഭവം എന്താണെന്ന് ലൈവ് വരുമ്പോൾ അറിയാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.